ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സമ്മേളനങ്ങളിൽ തുടങ്ങിയ പൊട്ടിത്തെറി കരുനാഗപ്പള്ളിയിലേക്കും തിരുവല്ലയിലേക്കും തിരുവനന്തപുരത്തേക്കും പയ്യന്നൂരിലേക്കും പടരുകയാണ്. ജില്ലകളിൽ നിന്നും ജില്ലകളിലേക്ക് ഓടിയെത്താൻ പാർട്ടി സെക്രട്ടറി ബുദ്ധിമുട്ടുന്നു. ഇതിനിടയിൽ വീടിനടുത്ത് നടക്കുന്ന അമ്പലപ്പുഴ ലോക്കൽ സമ്മേളനത്തിലേക്ക് ജി സുധാകരന് ക്ഷണം നിരസിച്ചു. ഒന്നും പുറത്തേക്ക് പറയാതിരിക്കുന്ന ജി സുധാകരനെ ഇന്ന് KC വേണുഗോപാൽ സന്ദർശിച്ചത് വെറും സൗഹൃദ സന്ദർശനമായി കരുതാമോ? ചന്ദ്രിക ദിനപത്രത്തിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിന് ജി സുധാകരനെ മുസ്ലിം ലീഗ് നിശ്ചയിച്ചത് യാദൃശ്ചികമെന്ന് കരുതാമോ? എതിരാളികൾക്കും തന്റെ രാഷ്ട്രീയ ജീവിതം അവഗണിക്കാനാകില്ല എന്ന സുധാകരന്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ ആർക്കു നേരെയാണ്? പാർട്ടികൾക്കിടയിലെ വേലികൾക്ക് ഉറപ്പില്ലാത്ത കാലത്ത് വലയൊരുക്കി കാത്തിരിക്കുന്ന പ്രതികരണവും വന്നു കഴിഞ്ഞു. ആലപ്പുഴയിലെ പാർട്ടി സമവാക്യങ്ങളിൽ ശക്തി ചോർന്ന സുധാകരനുമായുള്ള KCയുടെ കൂടിക്കാഴ്ചയിൽ വരും ദിവസങ്ങളിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുമോ? സൗഹൃദം തളിർക്കുമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, ഇടത് നിരീക്ഷകൻ M. ജയചന്ദ്രൻ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവരാണ്. ആദ്യം ഞാൻ കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാറിലേക്ക്. N. ശ്രീകുമാർ, ഇന്ന് KC വേണുഗോപാൽ ജി സുധാകരനെ കാണുന്നു. അതൊരു സൗഹൃദ സന്ദർശനമാണെന്ന് ഇരുവരും പ്രതികരിക്കുന്നു. ഇന്നേ ദിവസം തന്നെയാണ് ലീഗ് നേതാക്കളും അവിടേക്ക് എത്തിയത്. ചന്ദ്രിക ദിനപത്രത്തിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ജി സുധാകരൻ നടത്തണമെന്നൊരു ആലോചന ലീഗിനകത്തും ഉണ്ടാകുന്നു. അപ്പോൾ UDFൽ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് അത്തരം ആലോചനകളും പ്രതീക്ഷകളും ഉണ്ടോ? അല്ല, അത്തരം ആലോചനകളും പ്രതീക്ഷകളും ഉണ്ടായിരിക്കുമല്ലോ. പക്ഷേ അതിൽ ഇന്നിപ്പോൾ KC വേണുഗോപാൽ സന്ദർശിച്ചത് സൗഹൃദ സന്ദർശനമാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് തൽക്കാലം നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ആ വിശ്വാസത്തേക്കാൾ ഉപരി അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ രാഷ്ട്രീയം സുധാകരനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയെന്നോ അല്ലെങ്കിൽ സുധാകരനെ നാളെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുക എന്നൊന്നും ആയിരിക്കില്ല. അതായത് CPMന് ഒരു അമ്പരപ്പ് ഇപ്പോൾ ഉണ്ട്. ആ അമ്പരപ്പിൻ്റെ തോത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഒരു നയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജി സുധാകരനെ കാണുകയും അതിനുശേഷം പത്രലേഖകർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട നേതാവാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന സുധാകരൻ്റെ പ്രതികരണവും നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഏതാണ്ട് 2 വർഷമായിട്ട് ജി സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിപരമായ പരാമർശങ്ങളിൽ ഊന്നിയുള്ള പാർട്ടി വിമർശനങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് കരുവന്നൂർ വിഷയത്തിലാണെങ്കിലും മറ്റ് പാർട്ടിയുടെ ഏത് വിഷയത്തിലാണെങ്കിലും ശരി, കായംകുളത്തെ വിഭാഗീയതയെക്കുറിച്ചാണെങ്കിലും എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ UDFന് പ്രതീക്ഷ ഉണ്ടാകുമെന്നൊരു തോന്നൽ, അതായത് വയനാട്, പാലക്കാട്, അസംബ്ലി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളും അതുപോലെ ഈ നടന്ന വയനാട് ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലങ്ങളിലെ UDFന് കിട്ടിയ മേൽക്കൈയുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ശ്രീ സുധാകരനെ പോലുള്ള മുൻ മാർക്സിസ്റ്റ് നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അപ്പോൾ ആ പ്രസക്തിയെ അംഗീകരിക്കുക, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ സ്വാഗതം ചെയ്യുക. അങ്ങനെ സ്വാഗതം ചെയ്ത് നിലനിർത്തുക എന്നുള്ളത് UDFന് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ സ്വാഗതം ചെയ്യുകയും അത്തരത്തിൽ സുധാകരൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ അമ്പരപ്പിൽ നിൽക്കുന്ന CPMൽ ഉണ്ടാകാവുന്ന ഒരു നീറിപ്പുകച്ചിലുണ്ട്. അത് രാഷ്ട്രീയത്തിൽ എതിർപക്ഷത്തിന് എപ്പോഴും ആവേശം പകരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാവണം ശ്രീ സുധാകരനെ കണ്ടത് എന്നതിൽ സംശയമില്ല. പക്ഷേ അവർ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ടാവണമെന്നില്ല. കാരണം ഓടിപ്പോയിട്ട് രാഷ്ട്രീയം സംസാരിച്ചിട്ട് ഉണ്ടാകാവുന്നൊരു സ്ഥിതിക്ക് വിശേഷം കേരളത്തിൽ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പൊന്നുമില്ല, വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. അതിൽ ഇതൊന്നൊരു പെട്ടെന്നൊരു വിഷയമായിട്ട് ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് ഇത് ആദ്യമായിട്ടല്ല. അവർ ചന്ദ്രികയുടെ മുഖപത്രത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മുൻപും അവർ പോയിട്ടുണ്ട് സുധാകരൻ്റെ എന്ന് പറയുന്നു. ആയിക്കോട്ടെ, പക്ഷേ അതിന്റെ ഉദ്ഘാടനം ജി സുധാകരൻ തന്നെ ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നതിലൊരു രാഷ്ട്രീയമില്ലേ ശ്രീ N. ശ്രീകുമാർ? ഈ അമ്പരപ്പ് ഒന്നുകൂടി കൂട്ടാനുള്ള ഒരു കൂട്ടായ ശ്രമം UDFനകത്തുണ്ടോ എന്നുള്ളതാണ്. എന്താ സംശയ സ്മൃതി അക്കാര്യത്തിൽ? ചന്ദ്രിക എന്ന മുസ്ലിം ലീഗിൻ്റെ മുഖപത്രത്തിൻ്റെ പ്രചരണം ഒരു CPM നേതാവ് നിർവഹിക്കാച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ?
നിങ്ങൾ UDFിൻ്റെ ആശയങ്ങൾ കൂടി മനസ്സിലാക്കണമെന്നല്ലേ? UDFിൻ്റെ ആശയങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ സന്ദേശങ്ങൾ വരുന്ന ചന്ദ്രിക ദിനപത്രം നമ്മൾ വായിക്കണം എന്നൊരു CPM നേതാവ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാർട്ടി പത്രം മാത്രം വായിച്ച് പ്രവർത്തിച്ചാൽ മതിയെന്ന സിദ്ധാന്തം അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് G. സുധാകരൻ പണ്ടൊരു കാര്യം പറഞ്ഞ് ഓർക്കണം, എന്നെ ഏറ്റവും ബുദ്ധിമുട്ടിച്ചൊരു പത്രം എൻ്റെ പത്രമാണ് ദേശാഭിമാനി. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരാളാണ് സുധാകരൻ. അപ്പോൾ പക്ഷേ അതൊന്നും ഞാൻ ഇതായിട്ടൊക്കെ കൂട്ടിച്ചേർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീ സുധാകരൻ്റെ നിലപാടുകൾ പാർട്ടിയിലെ ഒരു തിരുത്തൽ ശക്തിയുടെ നിലപാടുകളാണ്. അത് പാർട്ടി തിരുത്തുന്നില്ല. പാർട്ടി സുധാകരൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വില വയ്ക്കുന്നില്ല. ഇപ്പം നോക്കൂ, അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ അദ്ദേഹം MLA ആയിരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ജില്ലയിലെ സുപ്രധാനമായ ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. ആലപ്പുഴയിൽ പാർട്ടി സമ്മേളനം നടന്നപ്പോൾ പാർട്ടി പ്രതിനിധികൾക്ക് ശ്രീ സുധാകരൻ കൊടുത്ത മധുരം അമ്പലപ്പുഴ പാൽപ്പായസമാണ്. മനസ്സിലാക്കണം. അങ്ങനെയുള്ള ശ്രീ G. സുധാകരനെ അമ്പലപ്പുഴയിൽ നിന്ന് മാറ്റുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സുധാകരൻ ഈ പാർട്ടിക്ക് വേണ്ട എന്നാണ്. അങ്ങനെ വേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചതിൻ്റെ പിറ്റേന്ന് AICCയുടെ വളരെ ശക്തിയുള്ള ഒരു വക്താവും നേതാവും ജനറൽ സെക്രട്ടറിയും സുധാകരനെ പോയി കാണുമ്പോൾ, സുഖവിവരം അന്വേഷിക്കുമ്പോൾ അതിൽ ഭാവി രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു സുഖവിവരം കൂടി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ലീഗിൻ്റെ കാര്യത്തിലുണ്ട്. മുസ്ലിം ലീഗിനെ ഈ അടുത്ത കാലത്ത് പിണറായി വിജയൻ അവസാനത്തെ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പാണക്കാട് തങ്ങളെക്കുറിച്ച് പറഞ്ഞെന്താ? എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് അവസാനത്തെ 4 ദിവസം തങ്ങൾക്കെതിരെ മെക്കിട്ട് കയറിയത്? എന്ത് ഗുണമുണ്ടായി? അപ്പം അങ്ങനെയുള്ള പിണറായി പറയുന്ന പാണക്കാട് തങ്ങളുടെ പത്രം ചന്ദ്രിക ഞാൻ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് സുധാകരൻ തീരുമാനിച്ചാൽ അതിൽ സന്ദേശമുണ്ട്. പക്ഷേ അദ്ദേഹം അതിനൊരു വലിയ തന്ത്രം കാണിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശ്രീ സുധാകരൻ ഇന്ന് ആ കാര്യം നിർവഹിച്ചിരുന്നുവെങ്കിൽ അതൊരു പക്ഷേ പാർട്ടി വിരുദ്ധതയായിട്ട് പാർട്ടിക്കാർക്ക് ചൂണ്ടിക്കാണിക്കാമായിരുന്നു, CPM നേതാക്കൾക്ക്. അതിന് അവസരം കൊടുത്തില്ല സുധാകരൻ എന്ന് പറയുന്നത് ഇന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾക്ക് ഒപ്പം നിൽക്കുന്ന തുല്യരിൽ ഒന്നാമൻ പിണറായി ആയിരിക്കും. പക്ഷേ 2ാമനോ 3ാമനോ ആകേണ്ട ആളായിരുന്നു. അവിടെ അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 75 വയസ്സ് കഴിഞ്ഞ ഒരാളല്ലേ നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇന്നത്തെ സന്ദർശനം കാണാൻ. ആ സന്ദർശനത്തിൽ ഇപ്പോൾ രാഷ്ട്രീയമില്ലെങ്കിലും നമ്മളിൽ രാഷ്ട്രീയം ദർശിക്കണം. അത് മാന്യമായ രാഷ്ട്രീയമായിരിക്കും. മാന്യമായ രാഷ്ട്രീയം. ശ്രീ സുരേന്ദ്രൻ പറഞ്ഞ പോലെ അല്ല സുധാകരനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വങ്ങൾ പഠിച്ച് SFIയിലൂടെ വളർന്ന് സ്വന്തം സഹോദരൻ രക്തസാക്ഷിയായ ഒരു പ്രസ്ഥാനത്തിലൂടെ വന്ന ആളാണ് സുധാകരൻ. ഭുവനേശ്വരൻ സ്വന്തം സഹോദരൻ രക്തസാക്ഷിയാകുമ്പോൾ ആരാൽ രക്തസാക്ഷിയായി എന്ന ചോദ്യം കൂടി ഉണ്ടല്ലോ ശ്രീ N. ശ്രീകുമാർ. അല്ല, ചരിത്രം നമ്മൾ ഭൂതകാലം വിസ്മരിക്കാൻ പറ്റുമോ സ്മൃതി? ആരാണ് കൊലപ്പെടുത്തിയെന്നുള്ള ഇപ്പോൾ പ്രസക്തമല്ല. കാരണം ആ ആളുടെ ചേട്ടനാണ്, സഹോദരനാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ആളെ കോൺഗ്രസ് അല്ല അവഗണിച്ചത്. ആ ആളെ ചേർത്ത് നിർത്തേണ്ട പാർട്ടി ഒരു സമ്മേളനത്തിൽ സുധാകരൻ പ്രസംഗിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ഭയന്നില്ലേ? അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ G. സുധാകരൻ പ്രസംഗിച്ചാൽ ഈ പാർട്ടിയിൽ എന്തോ ഉണ്ടാകാൻ പോകുന്നു എന്ന് ഭയന്നില്ലേ? ആ ഭയപ്പാട് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ നേതാക്കളിലും ഉണ്ട്. ആ ഭയപ്പാടിനെ ഒന്നുകൂടി കത്തിച്ചു നിർത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ കടമയാണ്. കാരണം CPM ആഗ്രഹിക്കുന്ന എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം. അപ്പോൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്ന എന്താണ്? ഈ ഭരണത്തിൽ ഇനി CPM വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാ വിധത്തിലുള്ള നയവും കോൺഗ്രസ് ആവിഷ്കരിക്കും. അതിന് അടവ് നയമൊന്നും പറയില്ല, നേരിട്ട് പോയി സംസാരം. ശ്രീ സുരേന്ദ്രൻ കാണിച്ച പോലെ വിട്ടിത്തൊന്നും കോൺഗ്രസ് കാണിക്കില്ല, സംശയം വേണ്ട. ശരി, ശ്രീ M. ജയേന്ദ്രൻ, അങ്ങനെ CPMന് ഒരു അമ്പരപ്പുണ്ടാക്കാൻ ഈ KCയുടെ സന്ദർശനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം G. സുധാകരൻ പറഞ്ഞ വാചകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. താൻ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, തനിക്കിപ്പോൾ സ്ഥാനമാനങ്ങളില്ല എന്നേ ഉള്ളൂ, താനൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം എതിരാളികൾക്ക് പോലും അവഗണിക്കാനാവാത്തതാണ് എന്ന് തിരിച്ചറിയുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ആരോടാണ് യഥാർത്ഥത്തിൽ പറയുന്നത്? ഈ ചർച്ചയിൽ ഇപ്പോൾ പ്രിയപ്പെട്ട ശ്രീകുമാറാണല്ലോ തുടങ്ങി വെച്ചത്. എനിക്ക് അദ്ദേഹത്തോട് തന്നെ തുടക്കത്തിൽ ചോദിക്കാനുള്ളത്, പ്രിയപ്പെട്ട ശ്രീകുമാർ, നമ്മൾ എന്ത് തരം രാഷ്ട്രീയ വിശകലനമാണ് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ നടത്താൻ ശ്രമിക്കുന്നത്? ആദ്യം ദയവായി താങ്കൾ പരിശോധിക്കണം. ഞാനത് പറയാൻ കാരണം, ശ്രീ G. സുധാകരൻ CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത
നേതാവ് തന്നെയാണ് ഇപ്പോഴും. പക്ഷെ താങ്കൾ പറഞ്ഞത് മുൻ മാർക്സിസ്റ്റ് നേതാവ് എന്നാണ് താങ്കൾ വിശേഷിപ്പിച്ചത്. ഇരിക്കട്ടെ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണിപ്പോൾ. ആ വിശ്രമ ജീവിതം അദ്ദേഹം സ്വയം തെരഞ്ഞെടുത്തതാണ്. എന്താണ് തെളിവ്? അതല്ല അടുത്ത ചോദ്യം ഇങ്ങോട്ട് വരുന്നത്. തെളിവ് പറയാം. കഴിഞ്ഞ CPIM സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം അന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരിക്ക് എഴുതി കൊടുക്കുകയായിരുന്നു, എന്നെ ഇനി സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല, പാർട്ടി ഒഴിവാക്കുകയാണെന്നാണ് താങ്കൾ മുമ്പേ പറഞ്ഞത്. അല്ല, എന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല, പ്രായപരിഗണന തന്നെ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് 75 വയസ്സായിട്ടില്ല ആ സമയത്ത്. എന്നാൽ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം 75 ആയി. യഥാർത്ഥ വയസ്സ് അദ്ദേഹത്തിന് 73 ഉള്ളൂ. സർട്ടിഫിക്കറ്റ് പക്ഷേ 75 ആയതുകൊണ്ട് അദ്ദേഹം സ്വമേധയാ അംഗീകരിച്ച്, പാർട്ടി തീരുമാനം അംഗീകരിച്ച് എന്നെ സ്റ്റേറ്റ് കമ്മിറ്റി ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് അങ്ങോട്ട് എഴുതി കൊടുത്ത് ഘട്ടം വന്നപ്പോൾ അദ്ദേഹം നേരത്തെ എഴുതി കൊടുക്കുകയായിരുന്നില്ലേ ശ്രീ എം ജയേന്ദ്രൻ? അതാണ് എന്റെ ഓർമ്മ. അന്ന് വാർത്തകൾ അങ്ങനെയായിരുന്നു, ഒഴിവാക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം അങ്ങോട്ട് എഴുതി കൊടുത്തത്. അന്നുമല്ല, എനിക്കറിയാം കൃത്യമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. താങ്കൾക്കറിയില്ല. ഇനി താങ്കളോട് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓക്കെ, എനിക്കറിയാം അങ്ങനെ അല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്ര ഉത്തരവാദിത്തോടെ ആധികാരികമായും പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ള നേതാവല്ല സുധാകരൻ. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? അദ്ദേഹം ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്നാണെന്ന് ശ്രീകുമാരൻ സമ്മതിച്ചു. നല്ല കാര്യം. എന്ത് രക്തസാക്ഷി കുടുംബമാണ് അദ്ദേഹത്തിന്റെ കുടുംബം എന്നൂടെ പറയണ്ടേ ശ്രീകുമാറെ? അപ്പോൾ 1977 ഡിസംബർ 2-നാണ് പന്തളം NSS കോളേജിൽ അന്ന് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന G. ഭുവനേശ്വരനെ KSUവിന്റെയും DSUവിന്റെയും ഗുണ്ടകൾ ആ കോളേജിന്റെ 3-ാം നിലയിൽ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആക്രമിച്ച് പൊക്കിയെടുത്ത് താഴേക്ക് 3-ാം നിലയിൽ താഴേക്ക് വലിച്ചെറിയുന്നത്. അങ്ങനെയാണ് 2-ാം തീയതി ഉണ്ടായ ആക്രമണത്തിൽ 7-ാം തീയതി ഭുവനേശ്വരൻ മരിക്കുന്നത്. അതറിയാമോ? ആ കനൽ ഇപ്പോഴും നെഞ്ചിൽ തീക്കട്ട പോലെ കൊണ്ടു നടക്കുന്ന ആളാണ് സഖാവ് G. സുധാകരൻ. അദ്ദേഹം ഇന്നും പറഞ്ഞതാണ്, എനിക്ക് പാർട്ടിയോട് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്ന് മാധ്യമങ്ങളോട് നേരെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും പിന്നെയും ഇവിടെ നിന്ന് ചർച്ച ചെയ്യാണ്. സുധാകരന് ഭയങ്കര അഭിപ്രായ വ്യത്യാസമാണ്. വേണുഗോപാൽ വന്നത് അതുകൊണ്ടാണ് അത്രേ. ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം അസുഖബാധിതനായിരുന്നു കഴിഞ്ഞ 2 മാസക്കാലം. ആ അസുഖബാധിതനായിരുന്ന സമയത്ത് 2 മാസക്കാലത്തിന് മുൻപ് ഇതേ കേസ് വേണുഗോപാൽ അവിടെ വന്നപ്പോൾ ആരും കണ്ടില്ലേ? അന്നും അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ, MP-യും ആയല്ലോ. അദ്ദേഹം അസുഖബാധിതനാണെന്ന് ശ്രീ ജയേന്ദ്രൻ, അദ്ദേഹം അസുഖബാധിതനാണെന്ന് ഇപ്പോൾ ഇടത് സഹയാത്രികനായ KV തോമസിന് എന്താണ് മനസ്സിലാക്കാനാകാത്തത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഞാൻ കണ്ടതാണ്, അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നവുമില്ല എന്നാണ് KV തോമസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വെറുതെ നേതാക്കൾക്കിടയിൽ പറയുകയല്ല, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? സ്മൃതി എന്താ ഈ പറയുന്നത്? G. സുധാകരൻ തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതല്ലേ. എന്റെ അസുഖത്തിന് എന്നെ കാണാൻ നിന്ന നിരവധി ആൾക്കാരുണ്ട് ഞാൻ അസുഖമായിട്ട് കിടന്നപ്പോ. ഇന്ന് അദ്ദേഹം തന്നെ പറയാണ്. പിന്നെ KV തോമസ് എന്ത് പറഞ്ഞാൽ എന്താണ് കാര്യം? അത് സുധാകരൻ അസുഖമില്ലെന്ന് പറയാൻ KV തോമസ് ആരാണ്? ഞാൻ ചോദിക്കട്ടെ. G. സുധാകരൻ അസുഖമില്ലെന്ന് പറയാൻ KV തോമസ് ആരാണ്? അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിയൊക്കെ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട. പക്ഷെ G. സുധാകരൻ അസുഖമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞപ്പോ ഇടത് ക്യാമ്പിലേക്ക് എത്തിച്ച വളരെ പ്രധാനപ്പെട്ട ആളല്ലേ ശ്രീ ജയേന്ദ്രൻ? ഞാൻ പറഞ്ഞില്ല. അല്ല, നമ്മൾ ഇപ്പോൾ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ലല്ലോ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലെന്നേ. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം പ്രധാനപ്പെട്ട ആളല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴും പറയുന്ന പ്രധാനപ്പെട്ട ആളാണ്. പക്ഷേ G. സുധാകരൻ അസുഖമില്ലെന്ന് പറയാൻ അദ്ദേഹം ആരാണ്? അതാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് സുധാകരൻ തന്നെ പറയുകയാണ്, ഞാൻ രോഗബാധിതനായിരുന്നു, അസുഖമായിട്ട് കിടന്നപ്പോൾ എന്നെ കാണാൻ വന്ന കാര്യങ്ങളൊക്കെ G. സുധാകരൻ തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറയുകയാണ്. അപ്പോഴാണ് സ്മൃതി ചോദിക്കുന്നത് KV തോമസ് ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. അത് അദ്ദേഹത്തിനോട് തന്നെ പോയി ചോദിക്കണം. അത്രേ ഉള്ളൂ എന്റെ മറുപടി അക്കാര്യത്തിൽ. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. അത് കൂടാതെ ഇന്ന് ചന്ദ്രികയുടെ കാര്യം പറഞ്ഞല്ലോ. കഴിഞ്ഞ വർഷവും ചന്ദ്രികയുടെ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് ഇതേ G. സുധാകരനാ. അല്ലാതെ ഇന്ന് പ്രത്യേകമായിട്ടുണ്ടാക്കിയ കാര്യമല്ല. ഇന്നെന്തുകൊണ്ടാണ് അത് നിഷേധിച്ചത്? കഴിഞ്ഞ വർഷം ഈ മാധ്യമങ്ങളൊന്നും വിളിച്ചുകൊണ്ട് വന്നിരുന്നില്ല ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് നിസാർ. പക്ഷെ ഇന്നങ്ങനല്ല. ജില്ലാ പ്രസിഡന്റും ഒരു സംഘം ആൾക്കാരും മാധ്യമങ്ങളുടെ നിറയെ വലിയൊരു സംഘവും ആയിട്ടാണ് അവർ വരുന്നത് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാൻ. പക്ഷേ ശ്രീ ജയേന്ദ്രൻ, കഴിഞ്ഞ വർഷത്തെ വ്യത്യസ്ത സാഹചര്യമാണല്ലോ. ശ്രീ ജയേന്ദ്രൻ, കഴിഞ്ഞ വർഷം എന്നുള്ളത് ലീഗിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഒന്ന് പൂർത്തിയാക്കട്ടെ. ഈ തവണ അദ്ദേഹം സമ്മതിച്ചു. ഈ തവണ അദ്ദേഹം അത് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചു. പക്ഷേ പിന്നീട് മാധ്യമങ്ങൾ വന്നപ്പോൾ അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. അപ്പോൾ വിവാദമാകുന്നതുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് പാണക്കാട് തങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രസംഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിനുശേഷമാണ് ഈ ക്യാമ്പയിൻ
ക്യാമ്പയിൻ ഉദ്ഘാടനത്തിന് അദ്ദേഹം സമ്മതിക്കുന്നത്? കഴിഞ്ഞ വർഷം ഈ വർഷം തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്നേ പാർട്ടിയുടെ സമീപനത്തിൽ. അല്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാ വ്യാഖ്യാനമാകുന്നത്? വീക്ഷണ വ്യത്യാസമില്ല, നിലപാട് വ്യത്യാസം ഒന്നുമില്ല. അതെങ്ങനെയാണ് ശ്രീ ജയേന്ദ്രൻ? നമ്മൾ കണ്ടതല്ലേ? അറിയാവുന്ന പോലെ നിങ്ങൾക്കറിയില്ല സുധാകരൻ, അതുകൊണ്ട് തന്നെ കാര്യം. അല്ല, ഞാനത് പറയാൻ നിങ്ങൾ സമ്മതിക്കണ്ടേ പറയാൻ? ഞാനത് പറയട്ടെ സ്മൃതി. അത് പറയാൻ എന്നെ നിങ്ങൾ അനുവദിക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഉപചോദ്യമായി ചോദിച്ചാണ്. പറഞ്ഞില്ല, കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാമെന്ന ഇതേ ജി സുധാകരനായിരുന്നു. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിന് വീട്ടിൽ വിളിച്ചു തന്നെ. അന്നൊരു പ്രചാരണവും ഉണ്ടായിരുന്നില്ല. ഇന്നതല്ല, മാധ്യമപ്രവർത്തകരെ ആകെ വിളിക്കുക മാത്രമല്ല, ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ലീഗിന്റെ നേതാക്കളുടെ മെസ്സേജ് പോയിരുന്നു. നാളെ രാവിലെ 10 മണിക്ക് ജി സുധാകരന്റെ വീട്ടിൽ ചന്ദ്രിക ദിനപത്രത്തിന്റെ ക്യാമ്പയിൻ. കഴിഞ്ഞ വർഷം അങ്ങനെ മെസ്സേജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തവണ അവർ പ്ലാൻ ചെയ്ത് തന്നെയല്ലേ ചെയ്യുന്നത്? അതിന് ജി സുധാകരൻ എന്തിനാണ് കൂട്ടുപിടിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് പറ്റില്ല, അങ്ങനെ മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് വന്നാൽ നിങ്ങളെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ കിട്ടില്ല, ഞാനതിന് തയ്യാറല്ല എന്ന് പറഞ്ഞവർക്ക് മടങ്ങി പോകേണ്ടി വന്നു. അതാണ് കാര്യം. അപ്പൊ അത് അങ്ങനെ നിൽക്കുന്ന ഒരു ജി സുധാകരനെ അദ്ദേഹം നേരെ ശ്രീകുമാർ പറഞ്ഞത് ഇന്ന് ഒരു രാഷ്ട്രീയവും സംസാരിച്ച് കാണില്ലായിരിക്കും, പക്ഷെ ആ ലക്ഷ്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരിക്കാം. അങ്ങനെ അത്തരം നിഗൂഢ ലക്ഷ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് ചെന്നാൽ അതിനെ പറ്റിയ ആളാണ് ജി സുധാകരൻ താങ്കൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ തീർച്ചയായും കെ സി വേണുഗോപാൽ അങ്ങനെ തോന്നില്ല. കെ സി വേണുഗോപാലിന് അറിയാം ജി സുധാകരൻ എന്താണ്, ആരാണ് എന്നുള്ളത് നല്ല വ്യക്തതയുള്ളതാണ് കെ സി വേണുഗോപാൽ. ചിരിക്കണ്ട, എനിക്കറിയാം കെ സി വേണുഗോപാൽ നല്ല വ്യക്തതയുണ്ട് ജി സുധാകരൻ ആരാണെന്നും എന്താണെന്നും. അങ്ങനെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി സുധാകരൻ്റെ അടുത്ത് എല്ലാം ധൈര്യപ്പെടുക പോലും ഇല്ല കെ സി വേണുഗോപാൽ പോലുള്ള ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒരു നേതാവ്. അതാദ്യം മനസ്സിലാക്കൂ, എന്നിട്ടല്ലേ പിന്നെ ബാക്കി ഇന്നൊന്ന് ചാക്കിട്ട് പിടിച്ചു കളയാം എന്ന മട്ടിൽ പോകുന്നു എന്നല്ല ശ്രീ ജയേന്ദ്രൻ. അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, ആ കൂടിക്കാഴ്ച നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ആണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഞാനത് കോട്ട് ചെയ്തല്ലോ. ശ്രീകുമാർ പറഞ്ഞത് ഇന്നിപ്പോ അങ്ങോട്ട് പിടിക്കാനല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ശ്രീകുമാറിന്റെ വാചകം തന്നെ ഞാൻ കോട്ട് ചെയ്തിരുന്നല്ലോ. അതൊക്കെ അതല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് കെ സി വേണുഗോപാലിന് അറിയാം ജി സുധാകരൻ എന്താണ്, ആരാണ്. ജി സുധാകരൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എത്രയോ വർഷങ്ങൾ നിയമസഭയിൽ ഒരുമിച്ചിരുന്നവരാണ്. അദ്ദേഹം എന്നെ കാണാൻ വന്നു, കണ്ടു, സംസാരിച്ചു. അപ്പോൾ കെ സി വേണുഗോപാൽ അത് തന്നെ പറഞ്ഞു. പക്ഷെ അതിന് രാഷ്ട്രീയമായ ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കുകയാണ്. വ്യാഖ്യാനമല്ലേ, ദുർവ്യാഖ്യാനമാണ്. എന്തിനാണ് ദുർവ്യാഖ്യാനം? താങ്കൾക്ക് ജി സുധാകരനെ വ്യക്തിപരമായി അറിയാം ശ്രീ ജയേന്ദ്രൻ, അതുകൊണ്ടാണ് താങ്കൾ പറയുമ്പോൾ അത് വൈകാരികമായി പോവുകയും കൂടി ചെയ്യുന്നത്. അപ്പോൾ താങ്കൾക്ക് വ്യക്തിപരമായി അറിയുന്ന നല്ല കമ്മ്യൂണിസ്റ്റായ ജി സുധാകരനോട് പാർട്ടി ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ്? അദ്ദേഹം അവിടെ അടുത്തൂൺപറ്റി വീട്ടിലിരിക്കട്ടെ എന്ന തീരുമാനം അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ല. താങ്കൾ പറഞ്ഞു നേരത്തെ കഴിഞ്ഞ കോടിയേരിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന്. അന്ന് തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നാണ്. താങ്കൾ നിഷേധിച്ചാലും അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള ആലോചനകൾ നടക്കുന്നതിന് തന്നെയാണ് അദ്ദേഹം അങ്ങോട്ട് കത്തെഴുതി കൊടുത്തത്. ശരി, അത് താങ്കൾക്ക് വേണമെങ്കിൽ തർക്കിക്കാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ഈ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്ന ഒരു തീരുമാനം വരുന്നല്ലോ. അതിനു മുമ്പ് അദ്ദേഹം 75 വയസ്സ് എന്ന മാനദണ്ഡം പാടില്ല, അത് ശരിയല്ല, പ്രവർത്തിക്കാൻ ഊർജവും ആരോഗ്യമുള്ളവർക്ക് കൂടുതൽ അവസരം നൽകണമെന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞതുമായി ഒത്തുപോകുന്നില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നു, ഇപ്പുറത്തെ 75 വയസ്സ് മാനദണ്ഡമാക്കരുതെന്ന് പറയുന്നു, അദ്ദേഹത്തെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഇത് മൂന്നും കൂടി എങ്ങനെയാണ് ചേർന്ന് പോവുക? ഇതൊന്നും അല്ല ജി സുധാകരന്റെ സ്റ്റഫ്. നിങ്ങൾക്ക് ആ മനുഷ്യനെ അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. എത്ര ഉയർന്ന നിലപാടുകളുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം എന്നുള്ളത് ഒന്ന് സംസാരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഒരു പ്രാവശ്യം സംസാരിച്ചാൽ മതി, ഒരുപാട് പ്രാവശ്യമൊന്നും വേണ്ട. ആ മനുഷ്യനാണ് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ അത് വെച്ചുകൊണ്ട് ജി സുധാകരന് സ്കെയിൽ വെക്കാൻ ചെല്ലുന്നത്. ആ സ്കെയിലൊന്നും അദ്ദേഹത്തിന് പാകമാവുകയേയില്ല. അദ്ദേഹത്തിന്റെ സ്കെയില് ഇപ്പൊ താങ്കൾ ചോദിച്ചല്ലോ, അമ്പലപ്പുഴ സമ്മേളനം ശരിയാണ്. അവിടെ സംഘടനാ സമ്മേളനത്തിൽ അദ്ദേഹം സാധാരണ സമുന്നത നേതാവാണെങ്കിലും സീനിയർ പാർട്ടി മെമ്പറാണെങ്കിലും അദ്ദേഹം ഒരു പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ്. അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സംഘടനാ സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ സംഘടന ഇത് CPM ഇല്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, സ്മൃതി ചോദിച്ചാൽ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് വേണമെങ്കിൽ പൊതുസമ്മേളനത്തിന് ക്ഷണിക്കാൻ ജില്ലാ സെക്രട്ടറി R നാസറിന് കഴിയുമായിരുന്നു എന്ന് കരുതുന്നയാളാണ് ഞാൻ. അതാ ഞാൻ ചോദിച്ചത്, പാർട്ടി അദ്ദേഹത്തിന് വെച്ച സ്കെയിൽ എന്താണെന്നാണ് അറിയേണ്ടത് ശ്രീ ജയേന്ദ്രൻ. താങ്കൾ ഈ പറയുന്ന ജി സുധാകരനുമായി ബന്ധപ്പെട്ട നല്ല വാക്കുകളെ ഒന്നും നിഷേധിക്കുന്നില്ല. പാർട്ടി അങ്ങോട്ട് അദ്ദേഹത്തെ എങ്ങനെ കാണുന്നു? ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ, ആ വിഷയം ഒന്ന് പറഞ്ഞു തീർക്കാം, എന്നിട്ട് താങ്കൾ ചോദിച്ചോളൂ.
അത് പിന്നെ ഞാൻ പറഞ്ഞ CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറിന് വേണമെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആൾക്കാരോട് പറഞ്ഞിട്ട് പൊതുസമ്മേളനത്തിൽ ജി സുധാകരന്റെ വീടിന് കഷ്ടിച്ച് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് EMS ഹാളിൽ വെച്ചാണ്, പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് നടക്കുന്നത് ആ പൊതുസമ്മേളനം. അപ്പം അവിടെ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാമായിരുന്നു. അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യം, ജില്ലാ സെക്രട്ടറി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് പിന്നെ എന്തുകൊണ്ട് തീരുമാനിച്ചില്ല എന്നുള്ളതാണ് ചർച്ചാ വിഷയമെങ്കിൽ അത് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ല. അത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. ഈ ഇന്നലെയും ഒക്കെയായി ഉയർന്ന വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ പാർട്ടി നേതൃത്വം, കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തിലെ ഏറ്റവും പ്രമുഖർ, ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹവുമായി ഇന്ന് സംസാരിച്ചിട്ടുണ്ട് രാവിലെ തന്നെ. ഈ മീഡിയാസൊക്കെ വരുന്നതിന് മുൻപ് സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖർ ശ്രീ ജി സുധാകരനുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നുള്ളത് നേതാക്കളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരാ പിന്നെ ഞാനീ പറയുന്ന കാര്യം ഏതാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാമായിരുന്നല്ലോ എന്നുള്ള കാര്യം അത് ശരിയാണല്ലോ എന്ന തരത്തിലുള്ള ആശയവിനിമയം പോലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊന്നും ഒരു തന്നെ അവഗണിക്കുന്നു, ഒഴിവാക്കുന്നു എന്നുള്ള നിലയിലല്ല ശ്രീ ജി സുധാകരൻ നേതാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എന്താണെന്നുള്ള നേതാക്കൾക്കും അറിയാമെന്നേ. അദ്ദേഹം പിന്നെ ഇനിയിപ്പോ ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം. DC ബ്രാഞ്ചിലാണ് CPM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അകത്ത് പ്രവർത്തിക്കുന്ന 15 അംഗ DC ബ്രാഞ്ചിലാണ് ജി സുധാകരൻ അംഗമായിട്ടുള്ളത്, ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടുള്ളത്. അതിൽ സുധാകരൻ ഒഴികെ ബാക്കി എല്ലാവരും അഭിഭാഷകരാണ്. ഈ 15 അംഗ കമ്മിറ്റിയിൽ മിക്കവാറും ജി സുധാകരൻ ജില്ലാ സമ്മേളന പ്രതിനിധിയാകാൻ ഇടയില്ല. കാരണം ഏതെങ്കിലും ചെറുപ്പക്കാരായ വക്കീലന്മാരായിരിക്കും പ്രതിനിധിയായിട്ട് അയക്കുക. ഒരാൾക്ക് പോകാൻ കഴിയൂ ആ ബ്രാഞ്ചിൽ നിന്ന്. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് സംസ്ഥാന സമ്മേളന പ്രതിനിധിയായിട്ടും വരാൻ സാധ്യതയില്ലല്ലോ. എന്നാൽ പാർട്ടിന് അങ്ങനെ പ്രത്യേകമായി താല്പര്യമെടുത്ത് അങ്ങനെ തീരുമാനിച്ചാലോ? എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചാൽ പോലും ജില്ലാ സമ്മേളനത്തിനോ സംസ്ഥാന സമ്മേളനത്തിനോ പോകാൻ സാധ്യതയുണ്ടെന്ന്. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു റിട്ടയർമെന്റ് മോഡിൽ തന്നെയാണ്. നിങ്ങൾ എത്ര അല്ലെന്ന് പറഞ്ഞാലും ശരി, അത് KC വേണുഗോപാൽ ചാക്കിടാൻ വരുന്നു, സുരേന്ദ്രൻ ചാക്കിടാൻ വരുന്നു എന്നൊക്കെ ആരൊക്കെ വിളിച്ചു കൂവിയാലും അദ്ദേഹത്തിന്റെ മനസ്സെന്താണെന്നുള്ളത് അറിയാവുന്നവർക്കറിയാം. അദ്ദേഹം CPM-നെ വിട്ട് എവിടെയും പോവുകയില്ല. പക്ഷെ തനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ യഥോചിതം അദ്ദേഹം പറയേണ്ട സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിലൊന്നും ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. സുധാകരന്റെ വാക്കുകൾ സമൂഹം എപ്പോഴും ശ്രദ്ധയോടെ തന്നെയാണ് കേൾക്കുന്നത്. ആ ഒരു ഔന്നത്യം അദ്ദേഹത്തിന് പൊതുസമൂഹം കൽപ്പിക്കുന്നുണ്ട്, അത് CPM-ഉം കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വെറുതെ കാണുന്ന ഒരു സാധാരണ നേതാക്കന്മാരെ കാണുന്ന രീതിയിൽ ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ടവറിംഗ് പേഴ്സണാലിറ്റിയാണ്. അത് നമുക്ക് അങ്ങനെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് ദയവായി എനിക്ക് നിങ്ങളോട്. ശരി, ടവറിംഗ് പേഴ്സണാലിറ്റിയെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാക്കി ചുരുക്കുന്നു എന്നിടത്താണ് മറ്റ് പാർട്ടികൾ സാധ്യതകൾ ആരായുന്നത്, സാധ്യതകൾ ആലോചിക്കുന്നത് എന്നുള്ളൊരു സാഹചര്യം കൂടി അവിടെ നിൽക്കുകയാണല്ലോ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ഏരിയ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ വിളിക്കാതിരുന്ന് തെറ്റായിപ്പോയി എന്നൊരു വിലയിരുത്തലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ. അതാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് ആധാരമായിരിക്കുന്നത്. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഇന്നിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ജി സുധാകരൻ അടക്കമുള്ളവരെ സ്വാഗതം ചെയ്യുന്നുണ്ട്, കൂടുതൽ പേർക്ക് വരാൻ വഴിയൊരുക്കുമെന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ അതിലപ്പുറമാണെന്ന് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. തളിപ്പറമ്പിൽ KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സുധാകരന്റെ പാതി മനസ്സ് BJP-ക്കൊപ്പമാണെന്നാണ്. മനസ്സുകൊണ്ട് ജി സുധാകരനും ഭാര്യയും BJP-യിൽ അംഗത്വം എടുത്തു കഴിഞ്ഞു എന്നാണ്. വീട്ടിൽ അദ്ദേഹം സന്ദർശനം നടത്തിയെന്ന് പറയുന്നു. വീടിന്റെ ഗേറ്റിൽ വന്ന് സുധാകരൻ സ്വീകരിച്ചു, ഷോൾ അണിയിച്ച് തിരിച്ചും സ്വീകരിച്ചു എന്നാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അവകാശവാദം. വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കുന്നത് പാർട്ടിയിൽ അംഗത്വം എടുക്കലാണ് എന്ന് എങ്ങനെ വ്യാഖ്യാനിക്കും ശ്രീ കൃഷ്ണദാസ്? അല്ല, ജി സുധാകരൻ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നകത്ത് നടക്കുന്ന ചില നടപടികളുടെ ഭാഗമായി, അതല്ലെങ്കിൽ ഔദ്യോഗിക നേതൃത്വം എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന കടുത്ത നടപടികൾ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് തന്നെ ഏരിയ സമ്മേളനം നടക്കുന്നു. അദ്ദേഹത്തെ ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുക പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി ഒരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വേദനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ തുറന്നു പറയുകയോ തുറന്ന് പ്രകടിപ്പിക്കുകയോ ചെയ്യും. ഇന്ന് നാം കാണുന്നത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ആ പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിഷമതകൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ആ പാർട്ടിക്കെതിരെ ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടല്ല. അതാണ് പ്രത്യേകമായി കാണേണ്ടത്.
അദ്ദേഹം ഏതെങ്കിലും CPM-ന്റെ നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കുക, പാർട്ടി വിട്ടുപോകുമെന്ന് പറയുക എന്നുള്ള ഒരു നടപടി സ്വീകരിക്കുക അല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അവിടെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയുടെ ഒരു ഭാഗം അദ്ദേഹം പ്രകടിപ്പിക്കാൻ പലപ്പോഴും ശ്രീ ജി സുധാകരൻ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്കാണെങ്കിലും ആലപ്പുഴയിലും കേരളത്തിലും ഒക്കെ നടക്കുന്ന പല പ്രശ്നങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലി ഉപയോഗിച്ചുകൊണ്ടാണ്. ചിലപ്പോൾ കവിതയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം ചില വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ കൊണ്ടായിരിക്കും. ആ തരത്തിലൊരു രാഷ്ട്രീയ ശൈലി, അത് രാഷ്ട്രീയപരമായ ഔന്നിത്യം എന്ന് തന്നെയാണ് അതിനെ പറയേണ്ടത്. അങ്ങനെ ഒരു രാഷ്ട്രീയ ശൈലി സ്വീകരിച്ചിട്ടുള്ള ആളാണ് ശ്രീ ജി സുധാകരൻ. അദ്ദേഹം ഇന്ന് സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട് എന്താണ്? അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലോ അതല്ലെങ്കിൽ CPM-ന്റെ സമ്മേളനങ്ങളിലോ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിഷേധം കാണിച്ചിട്ടുള്ള ഒരു അവസരമായിരിക്കണം ഒരു പക്ഷേ ശ്രീ KC വേണുഗോപാലിനെ പോലെയുള്ള ഒരു നേതാവിനെ തന്റെ വീട്ടിൽ കാണുന്നതിനുള്ള അനുമതി നൽകുക എന്നുള്ളത്. KC വേണുഗോപാൽ അവിടെ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ അവിടെ പോകില്ലല്ലോ, ഒരു അനുവാദം ചോദിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഈ ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് ഇത്രയും വലിയ തരത്തിൽ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ വീട്ടിലേക്ക് വന്നോളൂ, അത് മാധ്യമങ്ങളുടെ മുൻപിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയാണ്. അതുപോലെ തന്നെ അത് മാധ്യമ വാർത്തയാകുന്നതിന് അദ്ദേഹം യാതൊരു ലോഭവും കാണിച്ചിട്ടില്ല, അത് വാർത്തയാകണമെന്ന് തന്നെ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പൊതു മെസ്സേജ് CPM-നകത്തുള്ളവരെ സംബന്ധിച്ചാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും ശ്രീ ജി സുധാകരൻ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധമായിട്ട് വേണം കാണാൻ, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധത്തിന്റെ സ്വരമായിട്ട് വേണം കാണാൻ. അല്ലാതെ അദ്ദേഹം മറ്റേതെങ്കിലും ഒരു നയം സ്വീകരിക്കുന്നുവെന്നോ മറ്റേതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നതല്ല. ആ നിലപാട് എന്ന് പറയുന്നത് സ്വാഭാവികമായും അദ്ദേഹം ഇത്രയും കാലം പ്രവർത്തിച്ചു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. ആ സാഹചര്യത്തിൽ BJP-ക്ക് ക്ഷണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJP-യിലേക്ക് അദ്ദേഹത്തിന് വരുന്നതിൽ യാതൊരു ഒരു കുഴപ്പമുള്ള സാഹചര്യം നിലവിൽ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, താങ്കൾ ഈ ബി ഗോപാലകൃഷ്ണൻ അവകാശപ്പെടുന്ന പോലെ ഷോളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചു എന്നൊക്കെ ആണെങ്കിൽ, അദ്ദേഹത്തിന്റെ പാതി മനസ്സ് BJP-ക്കൊപ്പമൊക്കെ ആണെങ്കിൽ ആ പാതി മനസ്സാകുന്ന ഘട്ടത്തിൽ തന്നെ അതങ്ങോട്ട് വെളിപ്പെടുത്തില്ലേ? എന്തിനാണ് രഹസ്യമാക്കി വെച്ചത്? ഇന്നിപ്പോൾ KC പോയ ശേഷമാണല്ലോ ഈ പാതി മനസ്സ് പുറത്തു പറഞ്ഞത്. എന്താണ് അതിന്റെ അർത്ഥം? ശ്രീ ജി സുധാകരൻ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് ഒരു ദേശീയ ബോധമുള്ള രാഷ്ട്രീയ നേതാവാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനോ ഒരു ദേശവിരുദ്ധ പ്രവർത്തനത്തിനോ ചൊക്കാൻ പിടിക്കുന്ന ആളുകളോട് എപ്പോഴെങ്കിലും ഏതെങ്കിലും മൃദു സമീപനം കാണിച്ചിട്ടുള്ള ആളല്ല ശ്രീ ജി സുധാകരൻ. ആലപ്പുഴ ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് വിശിഷ്ട CPM-ന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാകുന്ന ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളോട് കാണിക്കുന്ന മൃദു സമീപനം, ആ മൃദു സമീപനവും അതോടൊപ്പം അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കാണിക്കുന്ന വ്യഗ്രതയും, അതാണല്ലോ ഇപ്പോൾ കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലെല്ലാം നടക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളുടെ വിഷയങ്ങൾക്കൊരു ആധാരമായിട്ടുള്ളതാണ്. അപ്പോൾ ആ തരത്തിലുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അവരുടെ അഭിപ്രായം സൂചിപ്പിക്കുന്നത് ഒരു ദേശീയ ബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതാണ്. അത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ചെന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം കാണിക്കുന്ന ഒരു ഔന്നത്യത്തിന്റെ ഭാഗം കൂടിയാണ്. വീട്ടിൽ വരുന്നവരോട് പോകാൻ പറയുമോ? BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ ബി ഗോപാലകൃഷ്ണൻ? അദ്ദേഹം വരുമ്പോൾ ഇങ്ങോട്ടേക്ക് കയറണ്ട എന്ന് പറഞ്ഞ് ഗേറ്റ് അടച്ചിടുമോ? അതല്ലല്ലോ. ഏത് രാഷ്ട്രീയ നേതാവായാലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയായാലും വീട്ടിലേക്ക് വരുന്നവരോട് കടന്നു പോകൂ എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഉടനെ പാതി മനസ്സ് BJP-ക്കൊപ്പം എത്തി എന്നൊക്കെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും? അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ ഇങ്ങനെ ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം ഇതാ BJP-യിലേക്ക് എത്തുകയായി, പകുതി എത്തിക്കഴിഞ്ഞു എന്നെങ്ങനെ പറയും? അല്ല, സ്വാഭാവികമായും ഏതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തും മറ്റൊരാൾ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവ് വരുമ്പോൾ അതിൻ്റെ സാഹചര്യവും രാഷ്ട്രീയവും സന്ദർഭവും എല്ലാം ഉണ്ട്. ആ രാഷ്ട്രീയവും സന്ദർഭവും എല്ലാം നോക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഏതെങ്കിലും ഒരു ആശയവിനിമയമോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടുള്ള ചർച്ചകളോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറയുന്നതിനൊരു സമയമുണ്ട്. ആ സമയത്തിനനുസരിച്ചിട്ടാണ് എല്ലാവരും പ്രതികരിക്കുക, എല്ലാവരും അത് തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാവുക. അതായത് ജാവ്ദേക്കർ ഇപിയെ കണ്ടത് രഹസ്യമാക്കി വെച്ചതുപോലെ ഒരു നീക്കം ആയിരുന്നോ? അല്ല, രാഷ്ട്രീയ നേതൃത്വത്തിനെ സംബന്ധിച്ച് പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾക്ക് ചില കാര്യങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. EPയെ കണ്ട കാര്യത്തെ സംബന്ധിച്ചാണെങ്കിലും ശ്രീ ജി സുധാകരനെ കണ്ട കാര്യത്തെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തകരോ നേതാക്കന്മാരോ കാണുന്നതിൽ യാതൊരു തെറ്റും കാണുന്ന ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ആ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പ് തന്നെയാണുള്ളത്. പക്ഷെ അതേസമയം തന്നെ അത് എപ്പോൾ ജനങ്ങളോട് പറയണം, ഏത് സാഹചര്യത്തിൽ പറയണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സമയക്രമമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പദ്യം പാലിക്കേണ്ടതുണ്ട്. ആ സാഹചര്യം എപ്പോഴാണ് എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തികളോ ആ
പാർട്ടി യോഗമാണ്. ഇപ്പോൾ അതിനുള്ള സമയമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പുറത്തു പറയും. ശ്രീ ജി സുധാകരൻ അതല്ലേ പറഞ്ഞിട്ടുള്ളത്, നേരത്തെ KC വേണുഗോപാൽ വന്നത് വാർത്തയായില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് നേരത്തെ വാർത്തയാവാത്തതിന് ഒരു കാരണമുണ്ടാകും, ഇപ്പോൾ വാർത്തയാകുന്നതിനും ഒരു കാരണമുണ്ടാകും. അത് തന്നെയാണ് മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടിയാണ് പറയുന്നത്. ജി സുധാകരനും ഭാര്യയും മനസ്സുകൊണ്ട് BJP അംഗത്വം സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഉത്തരവാദിത്തത്തോടു കൂടി ഒരു പൊതുപരിപാടിയിൽ പറയുകയാണല്ലോ അദ്ദേഹം. അല്ല, അതിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നടന്നിട്ടുള്ള സംഭാഷണങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മാത്രമേ അത് പറയാൻ കഴിയൂ. പരിപാടിയിൽ അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളാണോ പറയേണ്ടത്? അങ്ങനെയാണോ പറയുക? അതിനെക്കുറിച്ച് അല്ല സ്മൃതി, ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ജി സുധാകരൻ നടത്തിയിട്ടില്ല, അതല്ലെങ്കിൽ അവർ തമ്മിൽ നടത്തിയിട്ടുള്ള സംഭാഷണത്തെ സംബന്ധിച്ച് പറയാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അത് പൊതുവേദിയിൽ പറയാനുള്ള സാഹചര്യം ഉണ്ടായത്. ശ്രീ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹത്തിനോട് നടത്തിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തുറന്നു പറച്ചിലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവപരമായിട്ടുള്ള നിലപാടുകളോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് പറയാനേ കഴിയാം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇന്നത് തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പം ഏതൊരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചും അവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർ പറയുന്നതിൻ്റെ ശൈലി, ശ്രീ ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ശൈലി എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം കാണിക്കുന്നതിന് ഏതാണ്ട് സമാനമായിട്ടുള്ള തന്നെയാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. ഇവിടെ CPM-നെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് ഞാനൊരു അഭിപ്രായം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാൻ. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ കരുനാഗപ്പള്ളി മേഖലയിലും കൊല്ലം ജില്ലയിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ പാർട്ടി സമ്മേളനങ്ങളിൽ ഒറ്റക്കും തെറ്റക്കും നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അഭിപ്രായം തുറന്നു പറയലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന വ്യത്യാസങ്ങളോ അല്ല ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള CPM അകത്ത് നടക്കുന്നത്. ആശയപരമായി അവർ നടത്തുന്ന പ്രവർത്തനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ആളുകൾ അത് തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. നാളിതുവരെ അവരുടെ പാർട്ടി കമ്മിറ്റികളിലോ അവരുടെ പാർട്ടി യോഗങ്ങളിലോ മാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയങ്ങൾ, അതല്ലെങ്കിൽ തുറന്നു പറയാൻ കാണിച്ചിരുന്ന ധൈര്യം ഇന്ന് പാർട്ടിക്ക് പൊതുവേദികളിൽ പറയാൻ അവരുടെ പ്രവർത്തകരെ സംബന്ധിച്ച് നേതാക്കന്മാരെ സംബന്ധിച്ച് അവർ ധൈര്യം കാണിക്കുന്നു, തയ്യാറായിരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. അവർക്ക് ആ പാർട്ടി വേദിയിലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന യോഗങ്ങളിലോ ചർച്ചകളിലോ അതിനുള്ളൊരു സ്പേസ് കിട്ടുന്നില്ല. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളിലെല്ലാം അവിടുത്തെ പ്രവർത്തകർ, അവിടുത്തെ നേതാക്കന്മാർ പുറത്തു വന്ന് പറയുന്നത് ഞങ്ങൾക്കിത് അകത്ത് പറയാനുള്ള ബലമില്ലാത്തത് കൊണ്ടല്ല, ഞങ്ങൾക്ക് അകത്ത് പറയാൻ കഴിയും, പക്ഷെ അത് പറയാനുള്ള അവസരമില്ല. അപ്പോൾ ആ തരത്തിൽ ജനാധിപത്യപരമായ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സ്ഥലത്ത്, അങ്ങനെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സാഹചര്യമില്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൾ അത് പ്രകടിപ്പിക്കുക ഒരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവത്തിലൂടെ ആയിരിക്കും. ശ്രീ ജി സുധാകരൻ കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ശൈലി തന്നെയാണ്. അതനുസരിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ പാർട്ടി നേതൃത്വത്തോട്, അതല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വെക്കുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് പാർട്ടി നേതൃത്വം കാണിക്കുന്ന അവഗണന അല്ലെങ്കിൽ അവജ്ഞ, ഈ രണ്ട് തരത്തിലാണെങ്കിലും അത് അദ്ദേഹം തുറന്നു പറയാൻ വേണ്ടി തയ്യാറായിരിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ മറ്റുള്ള ആളുകളെ കാണുന്നതിലാണ്, മറ്റുള്ള ആളുകളോട് സംവദിക്കുന്നതിലാണ്, അവരുമായി അഭിപ്രായങ്ങൾ പങ്കിടുന്നതിലാണ്. ആ അഭിപ്രായങ്ങൾ അദ്ദേഹം പങ്കിടാൻ തയ്യാറായിരിക്കുന്നു. അത് മാധ്യമങ്ങളോട് പുറത്തു പറയാനും അദ്ദേഹം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ CPM-ന്റെ തലമുതിർന്ന നേതാവാണ് ജി സുധാകരൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. ആലപ്പുഴയിൽ VS കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ നേതാവാണ്. വിഭാഗീയതയിൽ കൃത്യമായി ഒരു പക്ഷത്ത് അദ്ദേഹത്തിന്റെ പേര് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പിണറായി പക്ഷത്തിനൊപ്പം തന്നെയായിരുന്നു. പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. ഒരു ഘട്ടത്തിൽ VS-നെ വിമർശിക്കുന്നു, ചില ഘട്ടങ്ങളിൽ VS-നെ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് സമവാക്യങ്ങൾ ഈ അടുത്ത കാലത്തേക്ക് വരുമ്പോൾ സജി ചെറിയാൻ അവിടെ ശക്തനാവുകയും അദ്ദേഹം മറുപക്ഷത്താവുകയും അദ്ദേഹത്തിന് ശക്തി ചോരുകയും ഒക്കെ ചെയ്യുകയാണ് കണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി മാറിയിരിക്കുകയാണ്. വീടിന് തൊട്ടടുത്ത സമ്മേളനത്തിൽ പോലും ക്ഷണിക്കപ്പെടാതെ പോകുന്ന ഒരു നേതാവായി മാറിയിരിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ പ്രസക്തി അദ്ദേഹം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളുടെ സന്ദർശനത്തോടുകൂടി വെളിവാക്കി കൊടുക്കുന്നത്. ഇതിൽ CPM-ന് ഒരു അമ്പരപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിലിപ്പോൾ ശ്രീകുമാർ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോട്ടു, CPM-ന് അമ്പരപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സംഘടനാ സെക്രട്ടറി, കോൺഗ്രസിൻ്റെ ദേശീയ സംഘടനാ സെക്രട്ടറി ജി സുധാകരനെ കാണാൻ പോയിട്ടുള്ളത്. അതുപോലെ ജയേന്ദ്രൻ വളരെ ഇമോഷണലായിട്ട് ജി സുധാകരൻ്റെ ഇവർക്ക് ചരിത്രം ഡിഫെൻഡ് ചെയ്തു. BJP പിന്നെ പതിവ് പോലെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അതിൽ P. ഗോപാലകൃഷ്ണൻ അഭിപ്രായം സത്യത്തിൽ പറയുകയാണെങ്കിൽ ജി സുധാകരൻ്റെ വ്യക്തിത്വം അവഹേളിക്കുന്നതാണ്. ആ വ്യക്തിത്വം അവഹേളിക്കുന്ന അഭിപ്രായമാണ്. ഭാര്യയെ കൂട്ടിച്ചേർത്ത് പറയുന്നതൊക്കെ എന്തൊരു രാഷ്ട്രീയ മര്യാദയാണ് അതൊക്കെ വളരെ മോശം. അതൊക്കെ ജി സുധാകരനെ പ്രതികരിക്കേണ്ട വിഷയം. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം, ജി സുധാകരൻ്റെ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം അത് രാഷ്ട്രീയ ഒരു മന്ത്രി എന്ന നിലയിലും അഴിമതിരഹിതനും വളരെ സുതാര്യമായി പ്രവർത്തിച്ച ആളും, പക്ഷേ
വിഭാഗീയതയുടെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു. അത് സ്മൃതി പറയുന്ന പോലെ പിണറായി വിജയൻ വി എസ് ദ്വന്ദ്വകാലത്ത് മാത്രമല്ല, അതിനും വി എസിന് അപ്രമാദിത്തമുള്ളായിരുന്ന കാലത്ത് വി എസ് പക്ഷത്തിൽ നിന്ന് ഒരു നേതാവായിരുന്നു ജി സുധാകരൻ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ രാഷ്ട്രീയ വിഭാഗത്തിലൊക്കെ പങ്കുകൊള്ളുകയും പിന്നെ മാധ്യമങ്ങൾ തന്നെ ഏറെ പഴികേട്ട ഓമനക്കുട്ടൻ വിഭാഗത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് അദ്ദേഹം. പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പെടാതെ പോകുന്നൊരു കാര്യമാണ് ജി സുധാകരൻ്റെ അവിടുത്തെ സാന്നിധ്യം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ മറ്റ് ചില കഴിവുകളും മികവിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമാണ്. ഈ കഴിഞ്ഞ കുറച്ച് കാലത്തൊക്കെ ട്രെൻഡ് ഡി ജി പിയുടെ സഹോദര സന്ദർശനം പോലെ തന്നെ, ഡി ജി പിയുടെ സ്വകാര്യ സന്ദർശനം പോലെ തന്നെ സന്ദർശന രാഷ്ട്രീയം, അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എനിക്ക് തോന്നുന്നു. ആൾക്കാരെ ചാക്കിട്ട് പിടിക്കുക. ഇവർക്ക് എന്ത് രാഷ്ട്രീയ മുന്നണികൾക്കുള്ളത്? ഈ കോൺഗ്രസിനും സി പി എമ്മിനും ഈ ബി ജെ പിക്ക് എന്ത് രാഷ്ട്രീയം വേറെ പറയാനുള്ളത്? അപ്പോൾ ഒന്നും പറയാനില്ല. ഇങ്ങനെ ഈ എന്താ പറയുക, കോൺഗ്രസ് സംബന്ധിച്ചുള്ള അതീവമായ രീതിയിൽ അവരുടെ ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് സംഘടനാ സെക്രട്ടറിക്ക്, ദേശീയ സംഘടനാ സെക്രട്ടറിക്ക് വലിയ ഉത്കണ്ഠയുണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാര്യം മറ്റു പല സംസ്ഥാന ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജി സുധാകരനെ കാണാം. പക്ഷേ നമുക്കറിയാം സൗഹൃദ സന്ദർശനം ഉണ്ടായിരിക്കും. അത് പ്രത്യേക കാലയളവിലാണ് ഉണ്ടാകുന്നത്. കാരണം നിങ്ങൾ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഈ സമ്മേളനത്തിൽ ജി സുധാകരനെ ക്ഷണിച്ചില്ല എന്നൊരു പശ്ചാത്തലത്തിലാണ് ഒരു രാഷ്ട്രീയ സന്ദേശത്തിലേക്ക് കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും ജി സുധാകരൻ വളരെ വിവേകമുള്ളൊരു മനുഷ്യനായിരുന്നു. രാഷ്ട്രീയമുള്ള പ്രായോഗിക രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്നുള്ള നിലയ്ക്ക് ആ സന്ദർശനം അദ്ദേഹവും ഉപയോഗിച്ചു. കാരണം അദ്ദേഹം ഒരു പക്ഷേ പറയുന്നുണ്ട്, നമുക്കദ്ദേഹം സി പി എം എന്ന് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ദീർഘകാലം സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തിൽ നിൽക്കുകയും അതിൻ്റെ എല്ലാ വിധത്തിലുള്ള നേതൃത്വങ്ങളെത്തിയും സ്ഥാനമാനങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്ത് അദ്ദേഹം പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വിട്ടെറിഞ്ഞ് പോകുന്നു. നമുക്ക് ഇപ്പോൾ സരിനോ അല്ലെങ്കിൽ സന്ദീപ് വാരോ ചെയ്ത പോലെ ജി സുധാകരൻ ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം അവരെ പോലെയല്ല. അത് വേറൊരു തലത്തിൽ നിന്ന് വരുന്ന രാഷ്ട്രീയ വ്യക്തിത്വമാണ്. വേറെ തരത്തിലുള്ളൊരു എന്താ പറയുക, വളരെ ജൈവമായിട്ടുള്ള രൂപപ്പെട്ട രാഷ്ട്രീയ വ്യക്തിത്വമാണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അല്ല, ഈ പ്രായത്തിലെ പോക്ക് എന്ന രൂപത്തിലാണോ താങ്കൾ അതിനെ കാണുന്നതെങ്കിൽ വിശ്വനാഥ മേനോനൊക്കെ പോയൊരു ചരിത്രമുണ്ട്. അല്ല, അവിടെ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജി സുധാകരൻ അങ്ങനെ രാഷ്ട്രീയ പ്രശ്നം ഉന്നയിക്കുന്നത് നമ്മുടെ ഈ കാലത്ത് കാണുന്നൊരു കാര്യം, ഈ ട്രെൻഡാണ് സ്മൃതി ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണോ ഇവരാരെങ്കിലും, ഇപ്പോൾ ടി കെ എംസയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് രാഷ്ട്രീയം വലിയ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ടാണ് ടി കെ എംസ അന്ന് കോൺഗ്രസിൽ നിന്ന് വിട്ട് സി പി എമ്മിൽ ചേരുന്നത്. ആ ചരിത്രം ഓർക്കുന്നവർക്കറിയാം. ഒരു രാഷ്ട്രീയ പ്രശ്നം ഉന്നയിച്ചിരുന്നു. ഇന്ന് ഇവർ എന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടോ? സ്ഥാനം കിട്ടുന്നില്ല, ഷെഡ് കയറ്റി, ഒതുക്കപ്പെട്ടിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള തികച്ചും ഇതിനെന്ത് രാഷ്ട്രീയ സാമൂഹ്യമായിട്ട് എന്ത് തരത്തിലുള്ള പ്രസക്തിയാണുള്ളത്? അപ്പോൾ ഇത്തരം ആൾക്കാരെ ചാക്കിട്ട് പിടിക്കാനൊക്കെ ആയിട്ട് നടക്കുന്ന മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം അത് വെച്ച് ഇവർക്കിപ്പോൾ ജി സുധാകരൻ കോൺഗ്രസ്സിന് വന്നുകൊണ്ട് കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പ് വലിയ നേട്ടം ഉണ്ടാക്കാനും മുകളിലൊരു ഗുണം. പക്ഷേ ഒരു സാധനം ഞങ്ങൾ ചെയ്തു, ഒരാളെ കൊണ്ടുവന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനല്ല. പക്ഷേ ഇതിന് വല്ല രാഷ്ട്രീയമുണ്ടോ? ഈ കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് നടന്ന ഈ മാറ്റങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? ആൾക്കാരെ അങ്ങോട്ട് അടിച്ചുകൊണ്ടിട്ട് അങ്ങോട്ട് പോകാന്നുള്ള ഇവരെല്ലാവരും തന്നെ ജി സുധാകരൻ രാഷ്ട്രീയ ബോധമുള്ള ഒരാൾ നിലയിൽ അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു മറുകണ്ഠം ചാടാനായിട്ട് കോൺഗ്രസിലേക്ക് എത്തിച്ചാൽ കോൺഗ്രസിന് നേട്ടമൊക്കെയുണ്ട്. ശ്രീ ദാമോദർ പ്രസാദ്, കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിൽ 10,200 വോട്ടിനാണ് ലിജുവിന്റെ പരാജയം. അതൊന്ന് ഓർക്കണം. 10,200 വോട്ടിന്. അത് ജി സുധാകരൻ്റെ സ്വാധീനത്താലാണ് എന്ന ആരോപണം അവിടെ ഉയരുന്നുണ്ട്. 2016 ജി സുധാകരൻ അവിടെ 23,000 വോട്ടിന് ജയിച്ച മണ്ഡലം കൂടിയാണെന്ന് ഓർക്കണം. അല്ല, അതൊക്കെ തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രത്യേക മണ്ഡലത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കും. ആലപ്പുഴ ജില്ലയിൽ തന്നെ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള നേട്ടങ്ങൾ. പക്ഷേ നമ്മൾ കേരള രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം മുഴുവൻ നോക്കുന്ന സമയത്ത് അതിനെ സംബന്ധിച്ചോളം ജി സുധാകരൻ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമായുള്ള ഒരാളല്ല. മാത്രം രാഷ്ട്രീയമായ കാര്യങ്ങൾ കൊണ്ട് ഇത് ആൾക്കാരും ഒരുപക്ഷെ ജി സുധാകരനെ തന്നെ വിശദീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട് തനിക്ക്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ ആവർത്തിച്ച് പ്രസ്താവിക്കുന്ന കാര്യം, ഞാനിവിടെ പറഞ്ഞ ജി സുധാകരൻ്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാമെന്നല്ല ഉദ്ദേശിക്കാൻ. പക്ഷേ നമ്മുടെ ഈ രാഷ്ട്രീയത്തിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള മേൽക്കൈ നേടാനുള്ള ഒരു അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്ന് പറയാൻ മുമ്പ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയാൻ സാധിക്കണ്ടേ? വ്യക്തിപരമായ നഷ്ടങ്ങളോ അല്ലെങ്കിൽ അവർക്ക് സ്ഥാനം പോയതൊക്കെയാണോ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രസക്തമായ കാര്യം? അപ്പോൾ യാതൊരു പ്രസക്തിയും യാതൊരു പ്രാധാന്യവും ഇല്ലാതാവുമ്പോൾ അങ്ങനെ അതിന് പേരിൽ അത് ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് തോന്നി ജി സുധാകരനെ പോലുള്ള അങ്ങനെ ഒരു തൻ്റെ പ്രസക്തി അറിയിക്കാൻ വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കാം. അത് അദ്ദേഹത്തിൻ്റെ പ്രായോഗിക രാഷ്ട്രീയ വിവേകം. പക്ഷേ എൻ്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് ദീർഘകാലത്ത് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന എനിക്കത് നമുക്ക് ഉൾക്കൊള്ളാനാവാൻ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ പോകാൻ സാധ്യതയില്ല എന്ന താങ്കളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു.
പക്ഷേ CPM അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജി സുധാകരനുമായി എടുത്തിരിക്കുന്ന നിലപാടിനെ, അല്ലെങ്കിൽ ഈ 75 വയസ്സ് ഒരു പ്രായപരിധി വെക്കുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ പല പരിപാടികളിൽ നിന്ന്, ഇപ്പോൾ ആദ്യത്തെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടലല്ല, അതിനു മുമ്പും പല പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങ് വിശ്രമിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. അദ്ദേഹം വിശ്രമം ആഗ്രഹിക്കുന്നതിന് മുൻപ് തന്നെ വിശ്രമം നിർദ്ദേശിച്ച് നിർബന്ധിത വിശ്രമം പാർട്ടി നൽകുന്നു എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അത് അദ്ദേഹം ഇപ്പോഴല്ല, കുറച്ച് കാലമായിട്ട് പല രീതിയിലും അദ്ദേഹത്തിന് ഇഷ്ടക്കേടുകൾ പല രൂപത്തിലും അവതരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഗവർണൻസായി ബന്ധപ്പെട്ട് തൻ്റെ ഇഷ്ടക്കേടുകൾ പ്രകടമാക്കാറുണ്ട്. അതൊക്കെ ഒരുപക്ഷെ തന്നെ തനിക്ക് വേണ്ട പോലെ തന്നെ അംഗീകാരം പാർട്ടി തരുന്നില്ല എന്നുള്ള വിഷമത്തിൽ നിന്നായിരിക്കാം. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. നമ്മുടെ രാഷ്ട്രീയമായിട്ട് നോക്കുന്ന സമയത്ത് കേരളത്തിൽ നമ്മൾ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളായി ബന്ധപ്പെട്ട് കാണുന്ന സമയത്ത് ഇതിൻ്റെ പ്രത്യാഘാതം എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഈ മുന്നണികളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ സംഘടന രാഷ്ട്രീയം ഈ മട്ടിലാവുന്നത്. ഇപ്പോൾ ഉദാഹരണം CPM വിവാഹിതയെക്കുറിച്ച് പറഞ്ഞു. ഇത് വിവാഹിതയെക്കുറിച്ച് നീണ്ട ചരിത്രം CPM-നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, അച്ചടി മാധ്യമത്തിൻ്റെ കാലത്ത് വിവാഹിതയായിരുന്നു VS-ഉം CIT-യും തമ്മിലുണ്ടായിരുന്ന വിവാഹിത. ദൃശ്യമാധ്യമം പോലിമയോടുകൂടി അവതരിപ്പിച്ചാണ് പിണറായി VS ദ്വന്ദ്വയുദ്ധം. ഇന്നിപ്പോൾ നടക്കുന്ന നാട്ടിൽ ഇവരുടെ വിഭാഗീയത എന്ന് പറഞ്ഞാൽ അവിടെ പൊട്ടിത്തെറിക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ അടിസ്ഥാനമുണ്ടോ? എന്തെങ്കിലും തടിച്ചു കൊടുത്ത് അധികാരത്തിൽ കൊടുത്തൊരു പാർട്ടിയെ എന്തെങ്കിലും രാഷ്ട്രീയ. അതെ, അപ്പോൾ അത്ര നിലയ്ക്ക് അപ്പോൾ അത് ആലോചിക്കേണ്ട കാര്യം, ആ CPM എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയ്ക്ക് സംഭവിച്ച ദുർഗതിയുടെ ലക്ഷണം കൂടിയായിട്ടാണ് കാണുന്നത്. ഇത്തരം വിഭാഗീയത താഴെത്തട്ടുണ്ടെങ്കിൽ അതിനൊരു രാഷ്ട്രീയമില്ല. മാത്രമല്ല സംസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ പണ്ട് അതിൻ്റേതായ ഇപ്പോൾ CIT ഒരു പക്ഷത്തുണ്ട്, അങ്ങനെയൊക്കെ പിന്നീട് VS-ഉം അങ്ങനെയുള്ള നേതൃത്വം ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യശാസ്ത്ര പരിവേഷം നൽകാൻ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയ MN വിജയനെ പോലെ പ്രധാനപ്പെട്ട ചിന്തകന്മാരെ ന്യായീകരിക്കാനോ വ്യാഖ്യാനിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ ഉള്ളത്? ഈ താഴെത്തട്ടിൽ നടക്കുന്ന അതൊരു ദുർഗതിയായിട്ടാണ്. കാര്യം വിഭാഗീയത CPM സംബന്ധിച്ചുള്ള വലിയ നഷ്ടക്കച്ചവടം ആയിരുന്നില്ല എന്നുള്ളത് നമ്മുടെ യാഥാർത്ഥ്യം. കാര്യം വിഭാഗീയത കൊടുമ്പിരിക്കുള്ള സ്ഥലത്തും CPM അധികാരം തിരിച്ചു വന്നിട്ടുണ്ട്, നല്ല ഭൂരിപക്ഷം തിരിച്ചു വന്നപ്പോൾ വിഭാഗീയത CPM സംബന്ധിച്ചുള്ള അതിൻ്റെ അകത്ത് ആന്തരിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെങ്കിലും വലിയ പ്രയോഗത്തിൽ വലിയ നഷ്ടം സംഭവിച്ചില്ല. അപ്പോൾ വിഭാഗീയതയൊക്കെ നേരിടാനായിട്ടുള്ള എന്താ പറയുക ഒരു മാനേജ്മെൻറ്റ് സ്കില്ല് CPM. അതായത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസം പോലെ ഒരു ഇക്വിലിബ്രിയമാണ് ഇപ്പോൾ CPM നോക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ തൽക്കാലം പ്രശ്നമില്ല, കാര്യം അതിൻ്റെ അകത്തുള്ള ഗ്രൂപ്പുകൾ പ്രത്യേക ഇക്വിലിബ്രിയം നേടിയ സ്ഥിതിക്ക് അതിൻ്റെ അകത്ത് നമ്മൾ പ്രശ്നങ്ങൾ കാണുന്നില്ല. അതേപോലെ തന്നെ ഒരു പ്രത്യേക ഇക്വിലിബ്രിയത്തേക്കാണ് ആ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട അപ്രത്യയശാസ്ത്രവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ അവസ്ഥയിൽ. അപ്പോൾ ഇതിങ്ങനെയുള്ള നേതാക്കൾ തമ്മിൽ താഴെത്തട്ടിൽ പോയി പിരിച്ചുവിടുക, അവിടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പോയിട്ട് അതിൻ്റെ പ്രവർത്തനം ഇതാക്കുക. അപ്പോൾ ആ നിലയിൽ ഒരു അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇത്ര സന്ദർശനങ്ങൾ പ്രകാശ് ജാവ്ദേക്കറെ കാണാൻ പോയതും അതിൻ്റെ നടപടി. ഒരുപക്ഷെ ഈ ഒരു കാര്യം നിർത്തിക്കൊണ്ടത് ഈ B. ഗോപാലകൃഷ്ണൻ്റെ ആ പ്രസ്താവന ശരിയല്ലാത്ത പ്രസ്താവന എനിക്ക് തോന്നുന്നു. അതിൻ്റെ അകത്ത് അങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൂടി ഉൾപ്പെടുന്ന പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഒരു നല്ല മര്യാദപൂർവ്വ രാഷ്ട്രീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വ്യക്തിയുടെ അഭിപ്രായമാണ്. പക്ഷേ അതേസമയം തന്നെ സുജാത സുവർണം അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യുന്നതൊക്കെ പറയുന്നത് വേറെ തരത്തിൽ രാഷ്ട്രീയമാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഇതിന് എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് നടപടിയെടുക്കാനൊരു കാരണമായിരിക്കാം. അപ്പോൾ G. സുധാകരൻ ഡിട്രാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് നേതൃത്വത്തിലുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരും പറയുന്ന പോലെ അതിന് ആലപ്പുഴയിൽ തന്നെ അദ്ദേഹം തൻ്റെ പിന്തുണയോടെ വന്ന പല നേതാക്കളും അദ്ദേഹത്തിനെ ഇന്ന് കുതികാല് വെട്ടുന്നു എന്ന് പറയുന്നു. അവർക്ക് വേണമെങ്കിൽ ഒരു ആസൂത്രിതമായിട്ട് ഇതുവരെ എന്ത് നടപടിയെടുക്കാൻ അദ്ദേഹത്തെ വേണമെങ്കിൽ ആ നിലയിൽ ഒന്നുകൂടി മോശപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനൊക്കെ അത് ഉപയോഗിക്കാനുള്ള അവസരമായിരിക്കും. CPM-നെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം നേടിയവർ പോലും എത്തുന്ന ഒരു കാലമാണെന്നാണ് EP പറയുന്നത്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നറിയാം, പക്ഷേ ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്. മുമ്പ് VS മുഖ്യമന്ത്രിയായി 2006 CAA പാർട്ടിക്കകത്തിൻ്റെ അദ്ദേഹം പ്രസ്ഥാനം നടത്തിയിരുന്നു. EP ജയരാജൻ അന്ന് പ്രസ്ഥാനം നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഈ CAA അന്ന് CAA ഇടപെട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ലോകത്തെവിടെയും അല്ല എല്ലാ കാലത്തും എന്താ പറയുക, നമ്മുടെ CAA കമ്മ്യൂണിസ്റ്റ് പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഇപ്പോൾ CAA പ്രവർത്തിക്കാനാവും. CAAക്ക് എന്താണ് തോന്നാനുള്ള കാര്യം, വിക്കിലീക്സിൽ പോലും പല ആൾക്കാരുടെ പേരുണ്ട് നമുക്കറിയാം. അപ്പോൾ CAAക്ക് ഒരു എന്താ പറയുക ഒരു നേരിടേണ്ട ശക്തിയായിട്ടൊക്കെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയത്തിനും കൊണ്ടല്ല, ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം CAAക്ക് വിഘാതപ്പെടുന്നതായിട്ടൊന്നും നമ്മുടെ അനുഭവത്തിൽ എന്തായാലും ഇല്ല. പക്ഷേ ഇവിടെ അതൊക്കെ പോസ്റ്റ്പോണേഴ്സ് എന്ന് പറഞ്ഞു. അത്യാവശ്യം പോസ്റ്റ്പോണേഴ്സ് എന്താ കൃത്യമായിട്ട് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും, ആരെയും പറഞ്ഞു കൊടുത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞായിരിക്കാം. അമേരിക്കൻ സർവകലാശാല ഇറങ്ങിയ പോസ്റ്റ്പോണിസ്റ്റുകളാണ്. അപ്പോൾ ഈ SDP ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ ഒരു പുതിയ ശത്രുവിനും കൂടി CPM ഇൻവെൻറ്റ് പോസ്റ്റ്പോണിസ്റ്റുകൾ. ഇനി നമുക്ക് പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. കാര്യം SDP എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഈ പോസ്റ്റ്പോണിസ്റ്റുകളാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ EP ജാരനും പഠിക്കേണ്ടി വരും. കാര്യം SDP ജമാഅത്ത് ഇസ്ലാമി പോസ്റ്റ്പോണിസ്റ്റുകൾ. ഇനിയിപ്പോൾ ആരാണ് ഈ പോസ്റ്റ്പോണിസ്റ്റ്? അപ്പോൾ എനിക്ക് തോന്നുന്നു BJP-യുടെ
പ്രതിനിധി അഡ്വക്കേറ്റ് കൃഷ്ണദാസനോ അല്ലെങ്കിൽ എൻ ശ്രീകുമാറിനോ ഇവർക്ക് ഇനി പോസ്റ്റ്മോർട്ടത്തെ കുറിച്ചൊരു വലിയ ക്ലാസ് എടുത്തുകൊണ്ട് കാര്യം SDPI പോലെ എന്തോ ഒരു സംഭവം ഇവിടെ സംഘടന ഉണ്ടാക്കിയിട്ട് ആസൂത്രണം പ്രവർത്തിക്കുന്ന ആൾക്കാരാണല്ലോ പോസ്റ്റ്. അപ്പോൾ ഈ നിലയിൽ അതാണ് പറയുക ഇവിടെ സംഭവിക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ളൊരു ധാരണ ഒരു ശോഷണം, ആ നിലയ്ക്കുള്ളൊരു എന്താ പറയുക ഒരു അന്തർബലം നഷ്ടപ്പെടും, ഇന്നർ സ്ട്രെങ്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ, അപ്രത്യയശാസ്ത്രവൽക്കരിക്കപ്പെട്ട് എന്നിട്ട് ഇതിനൊക്കെ വൈകാരികമായി ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാർ. രാഷ്ട്രീയം പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ട ഇടതുപക്ഷത്തിന് വൈകാരികമായി ഡിഫെൻഡ് ചെയ്യുന്ന പ്രസക്തിയുള്ളത്. എന്നിട്ട് അത് പറഞ്ഞ് കുറേ വൈകാരിക പ്രതീതി സൃഷ്ടിക്കുക, അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല, ഒരു കാര്യമില്ല. അതൊക്കെ ആൾക്കാർ ചിരിച്ചു തള്ളുന്ന കാര്യം. അപ്പോൾ ഇത്തരം വൈകാരികത കൊണ്ടുവരുന്ന മൂടി വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ യഥാർത്ഥത്തിലൊരു നമ്മൾ സമൂഹത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിൻ്റെ സാമൂഹികമായിട്ടുള്ള ഘടനയിലെ നിലനിൽക്കുന്ന അവസ്ഥയും അതിൻ്റെ വിഭവവുമായി ബന്ധപ്പെട്ട പല വിശ്വാസമാണ് നമ്മൾ രാഷ്ട്രീയം എന്നുള്ളത് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഒരു ചുക്കുമില്ല രാഷ്ട്രീയം. അങ്ങോട്ട് ഇങ്ങോട്ട് ആൾക്കാരെ പിടിക്കട്ടെ, അത് വലിയ സംഭവമാക്കി മാറ്റുക. ഇതുപോലെ ചുവന്ന ഷോൾ ഇട്ട് സ്വീകരിക്കുന്നൊരു പരിപാടി. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ TK ഹംസനെ ചുവന്ന ഷോൾ ഇട്ട് സ്വീകരിച്ചതായിട്ട് നമ്മുടെ ഓർമ്മയിൽ എവിടെയുണ്ടോ? എനിക്കല്ല, M ജയചന്ദ്രൻ സാറിന് വേണമെങ്കിൽ തിരുത്താം. എൻ്റെ ഓർമ്മയിലില്ല. കാര്യം നമ്മളൊക്കെ ഒന്ന് കോളേജിൽ പഠിക്കാൻ വേണ്ടിയായിരിക്കും, ഓർമ്മയില്ല. ഇപ്പോൾ ചുവന്ന ഷോൾ കുറേ മേടിച്ച് വെച്ചിരിക്കുകയാണ്. ചുവന്ന ഷോളാണ് പ്രത്യയശാസ്ത്രം, ചുവന്ന ഷോളാണോ ഈ പ്രത്യയശാസ്ത്രം എന്ന് വിളിക്കുന്ന സാധനം സ്വീകരിക്കും. ഭീമൻ രഘുവിൻ്റെ ശരീരത്തിൽ ഭീമൻ രഘുവിനും അത് ഇട്ട് കൊടുത്തു. ഭീമൻ രഘുവിന് എടുത്ത് കൊടുത്തു. കഷ്ടം തോന്നുന്നു എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഭീമൻ രഘുവിന് എടുത്ത ഷോൾ തന്നെയാണ് ഇവർ സരിന് ഇട്ട് കൊടുത്തത്. അപ്പോൾ സരിനും ഭീമൻ രഘുവും ഒരേ രാഷ്ട്രീയത്തെ പ്രദാനം ചെയ്യുന്ന ഒരു അവസ്ഥയായി എന്നുള്ളത് വളരെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ നമ്മൾ കാണുന്ന ഈ പ്രതീതി ജനകമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ജി സുധാകരൻ പാതി BJP ആയി എന്ന് പറഞ്ഞ B ഗോപാലകൃഷ്ണന്റെ പ്രതികരണം വന്നിട്ടുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞു. ഞാൻ നിങ്ങളോട് പച്ചയായ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ച ആളാണ് ജി സുധാകരനും സുധാകരന്റെ ഭാര്യയും. കേട്ടല്ലോ ശ്രീ N ശ്രീകുമാർ. ഇപ്പോൾ ദാമോദർ പ്രസാദ് പറഞ്ഞതിനോട് പ്രതികരിക്കാം താങ്കൾക്ക്. ഇപ്പോൾ അരാഷ്ട്രീയമായ ചാട്ടങ്ങൾ കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്നും ആളുകളെ കാത്തിരിക്കുന്നത്? നോക്കൂ സ്മൃതി, തികച്ചും തെറ്റായ ഒരു കാര്യമാണ്, ഒരു നിരീക്ഷണമാണ്. ദാമോദർ പ്രസാദിൻ്റെ കാര്യമല്ല നമ്മളിപ്പോൾ ഈ സ്മൃതി പറഞ്ഞ കാര്യം, അങ്ങനെ ചാക്കിട്ട് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ. നോക്കൂ, നമ്മൾ ഇവിടെ BJPയുടെ പ്രസ്താവന അത് അപഹസിക്കുന്നതാണ്. കാരണം ഒരു നല്ല രാഷ്ട്രീയമായ നിലപാട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ BJPയുടെ തലക്കെട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രസ്താവനകളെല്ലാം നമ്മളത് ഗൗരവത്തിൽ എടുക്കണം. ഇപ്പം തന്നെ നോക്കൂ, KC വേണുഗോപാൽ ജി സുധാകരനെ സന്ദർശിച്ചത് സൗഹൃദ രാഷ്ട്രീയമാണെന്ന് വേണു പറയുമ്പോൾ നമ്മളതിൽ കാണുന്നത് എന്താണ്? സുധാകരൻ്റെ നിലപാടുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ജി സുധാകരൻ എന്ന വ്യക്തിയല്ല. സുധാകരൻ്റെ നിലപാടുകൾ, അതിപ്പോൾ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കാതോർക്കുന്നു എന്ന്. LK അദ്വാനെ മാർഗനിർദ്ദേശക മണ്ഡലമായിട്ട് ഇരുത്തിയ പോലെ സുധാകരനെ ഇരുത്താൻ ശ്രമിച്ചു CPM, ഓർമ്മയുണ്ടല്ലോ. പക്ഷേ സുധാകരൻ ഇപ്പോഴും ഞാൻ സജീവമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കണ്ണൂരാന്ന് തോന്നുന്ന ഒരു UDF അനുകൂല സംഘടനയുടെ സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചത്. ഏതോ സഹകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ പരസ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നമ്മൾ ചർച്ച ചെയ്യുന്ന സുധാകരൻ്റെ നിലപാടുകളാണ്. ഈ നിലപാടുകളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറി സന്ദർശിക്കുമ്പോൾ അന്ന് തന്നെ BJP ഒരു അപഹാസ്യ പ്രസ്താവന ഇറക്കുക എന്ന് വെച്ചാൽ അത് CPMന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ശരിയാണോ? അത് ജി സുധാകരൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നാളെ കോൺഗ്രസിലേക്കും വരില്ല, അദ്ദേഹം ഒരു പാർട്ടിയിലും പോകണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട്. ആ നിലപാട് എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞാണ് തിരുത്തലെന്ന് പറഞ്ഞ അവിടെയാണ്. അത് അദ്ദേഹം എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര വിഷയങ്ങളിൽ, വിശ്വാസത്തിൻ്റെ വിഷയങ്ങളിൽ, കരുവന്നൂർ വിഷയങ്ങളിൽ, പൊതുമരാമത്ത് റോഡുകളുടെ വിഷയങ്ങളിൽ, ഇതിലൊക്കെ അദ്ദേഹത്തിന് ഓരോ രാഷ്ട്രീയമായ നിലപാടും അദ്ദേഹം കാണിക്കുന്നുണ്ട്. ആ നിലപാടുകളുള്ള ഒരാളെ AICC ജനറൽ സെക്രട്ടറി ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അതിലൊരു രാഷ്ട്രീയ താല്പര്യമുള്ള ഒരാൾ കാണും, ആ സംശയമില്ല. അപ്പോൾ അത് കോൺഗ്രസ്സുകാരന് സന്ദർശിച്ച് ചെല്ലുമ്പോൾ ഉടനെ BJPക്കാരൻ്റെ പ്രസ്താവന ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇതിനെന്താ അർത്ഥമുള്ളത്? കോൺഗ്രസ് ജി സുധാകരനെ സ്വാഗതം ചെയ്തോ? കോൺഗ്രസ്സിലേക്ക് വേണു പോയത് ആലപ്പുഴ MP എന്ന നിലയ്ക്കായിരിക്കാം.
അല്ലെ സുഹൃത്തെന്ന നിലയ്ക്കായിരിക്കാം, പഴയ MLA എന്ന നിലയ്ക്കായിരിക്കാം. പക്ഷേ അവിടെ നമ്മൾ രാഷ്ട്രീയം കാണുന്നു എന്ന് പറയുന്നത് സാഹചര്യമാണ്. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മൾ ഏത് സന്ദർശനത്തിലും നമ്മൾ രാഷ്ട്രീയ കൗതുകം ദർശിക്കണം. കാരണം ആ കൗതുകമാണ് പിന്നീട് വേറെ രാഷ്ട്രീയമായിട്ട് വളർന്നു വരിക. സുധാകരനെ CPM-നെ ഇപ്പം ജയേന്ദ്രൻ പറഞ്ഞല്ലോ, സുധാകരനെ കുറിച്ച് എന്തൊക്കെയാണ് പുകഴ്ത്തി പറഞ്ഞത്. എന്താണ് ജയേന്ദ്ര ഈ സുധാകരനെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് കാപ്പി കൊടുത്തത്? ഓർമ്മയില്ലേ? പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ ഒരാൾക്ക് പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്തിനാണ് കാപ്പി കൊടുത്തത് വീട്ടിൽ വിളിച്ചിട്ട്? സുധാകരനെ അറിയുന്നുണ്ടല്ലേ? ആ സുധാകരൻ്റെ നിലപാടുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ മറ്റേ ദാമോദർ പ്രസാദ് പറഞ്ഞ പോലെ കോൺഗ്രസ് പോയിട്ട് ഷാളിടാൻ പോയതല്ല. കോൺഗ്രസിലേക്ക് ആർക്കും വേണം. കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിലേക്കും UDF-ലേക്കും ആരെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും അതൊരു പ്രത്യേക കാര്യമുള്ളൂ. അല്ലാണ്ട് കോൺഗ്രസ് മതനിരപേക്ഷ നിലപാടുള്ള ആർക്കും കടന്നു വരാമെന്നാണ് എം ലിജു പറഞ്ഞത്. ഈ കൂടിക്കാഴ്ചയോട് പ്രതികരിച്ച് എം ലിജു പറഞ്ഞത് ആർക്കും വരാമെന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും വരണമല്ലോ. കാരണം സന്ദീപ് വാര്യർ മതനിരപേക്ഷ നിലപാടിനായിട്ട് അദ്ദേഹം 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ സന്ദീപ് വാര്യർ? ഒന്നെന്താണ് രാഹുൽ ഗാന്ധിയുടെ സ്നേഹക്കട, മറ്റെന്താണ് ഞാൻ സംഘപരിവാർ ആശയങ്ങളെ തള്ളിക്കളയുന്നു, മൂന്നാമതെന്താണ് കോൺഗ്രസ് മുക്ത ഭാരതം ഇല്ല, ഞാൻ രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നു. ഈ ഒരു സന്ദേശം, മതേതര സന്ദേശത്തെ ഉൾക്കൊണ്ട് ആർക്കും കോൺഗ്രസിലേക്ക് വരാം. ഈ സന്ദീപ് വാര്യർ വന്നപ്പോൾ എന്താണ് CPM പറഞ്ഞത്? അദ്ദേഹം RSS മനസ്സുള്ള ആളായി കോൺഗ്രസ് നിൽക്കുന്നതല്ലേ. അപ്പം ഞാൻ പറഞ്ഞ CPM-ൻ്റെയും BJP-യുടെയും ചില നിലപാടുകൾ, ചില ആക്ഷേപങ്ങൾ അതൊന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സ്മൃതി. ഇവിടെ നമ്മൾ നല്ല രാഷ്ട്രീയം സംസാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന കൃഷ്ണദാസ് പോലും എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഈ BJP നേതാക്കളുടെ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടാവില്ല. ഒരു കാലത്ത് ഒരു 10-20 വർഷം മുമ്പ് VS അച്യുതാനന്ദനുമായിട്ട് ചർച്ച നടത്തുമ്പോൾ ഒരു BJP നേതാവ്, വലിയ നേതാവാണ്, അന്നത്തെ പ്രസിഡന്റ് പ്രസ്താവിച്ചു. അച്യുതാനന്ദൻ ചുട്ട മറുപടി കൊടുത്തു. കാരണം BJPക്ക് എക്കാലത്ത് ഇങ്ങനെയാണ്. കാരണം അവർ തലക്കെട്ട് രാഷ്ട്രീയമാണ്, പത്രങ്ങളിലെ അല്ലെങ്കിൽ ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസ് രാഷ്ട്രീയമാണ് അവർക്കുള്ളത്. കോൺഗ്രസിന് അതല്ല. കോൺഗ്രസ് എന്ന് വെച്ചാൽ ഒരു നയമുണ്ട്, പരിപാടിയുണ്ട്, അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗം നടപ്പാക്കുന്നത് മറ്റേ സന്ദർശിക്കാൻ പോയിട്ട് ആളെ പിടിച്ചുകൊണ്ട് വരില്ല. സുധാകരൻ ഇന്ന് നടത്തിയ പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രീ ജയേന്ദ്രൻ പ്രത്യേകിച്ചെടുത്ത് വായിക്കണം. ഞാനത് കൃത്യമായിട്ട് ഇവിടെ പറയാൻ പോകുന്നില്ല. സുധാകരൻ അതിനുശേഷം നടത്തിയ പ്രസ്താവന, കെ സുരേന്ദ്രൻ്റെ പ്രസ്താവനയോടെ നടത്തിയ പ്രതികരണം, KC വേണുഗോപാലിൻ്റെ സന്ദർശനത്തോടെ നടത്തിയ പ്രതികരണം, ഇതൊക്കെ നമ്മൾ വായിക്കണം. അങ്ങനെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ സുധാകരൻ എന്ന മാർക്സിസ്റ്റ് നേതാവിൻ്റെ, മുൻ മാർക്സിസ്റ്റ് നേതാവെന്നല്ല ഞാൻ പറഞ്ഞത്, മുൻ മന്ത്രി എന്നതിന് ഉദ്ദേശിച്ചത്, മുൻ മാർക്സിസ്റ്റ് നേതാവല്ല, മാർക്സിസ്റ്റ് നേതാവിൻ്റെ നിലപാടുകൾ ചർച്ച ചെയ്യുമ്പോൾ ആ നിലപാടുകൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രക്തസാക്ഷി കുടുംബമെന്ന്. രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ട ഒരാളെക്കുറിച്ച് പറയുമ്പോൾ MV രാഘവൻ്റെ മക്കൾ എവിടെയാണ് എന്ന് ജയേന്ദ്ര? കൂത്തുപറമ്പ് വെടിവെപ്പിന് കാരണക്കാരനായ MV രാഘവനെ ചീത്ത പറഞ്ഞ നിങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെ നികേഷ് കുമാറിനെ നിന്ന് എവിടെയാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത്? അപ്പോൾ ഭൂതകാല രാഷ്ട്രീയത്തിൽ പലതും സംഭവിക്കും. പക്ഷെ വർത്തമാനകാല രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ നമ്മൾ വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സമയത്ത് പ്രസക്തമായ കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. അതാണ്. ശ്രീ ജയേന്ദ്രൻ മറുപടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇത് സുധാകരനെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും നമ്മളങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ വലിച്ചഴയ്ക്കാൻ പാടില്ല എന്നൊരു നിലപാട് ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ആൾക്കാർ കാണാൻ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഗോവിന്ദൻ മാഷും CS സുജാതയും R നാസറും ഒക്കെ ഈ അസുഖമായ സമയത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സുധാകരനെ കാണാൻ വന്നു. MA ബേബി വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് PK ബഷീർ MLA, എന്നെ നെല്ലിക്കുന്ന് വേറൊരു MLA, അവർ വന്ന് കണ്ടു. അത് വ്യക്തിബന്ധങ്ങളുടെ കാര്യം താല്പര്യമൊക്കെ ഉണ്ടോ അതിൻ്റെ അകത്ത്? അതിപ്പോൾ പിന്നെ സ്മൃതി തന്നെ പറഞ്ഞതുപോലെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനവുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല സുധാകരൻ എന്ന ഈ രാഷ്ട്രീയ നേതാവിൻ്റെ അസ്തിത്വം ചെയ്യാൻ നടക്കേണ്ടത്. അതങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഞാനതുകൊണ്ടാണ് KV തോമസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി മുതൽ ബാക്കി എല്ലാവരും, മുഖ്യമന്ത്രി വന്നില്ല, ബാക്കി എല്ലാവരും നേരിട്ട് വരികയോടെ ചെയ്തു. മുഖ്യമന്ത്രി ഫോണിലാണ് അന്വേഷിച്ചത്. അങ്ങനൊരു കക്ഷിയെക്കുറിച്ച് സ്മൃതി എന്നോട് ചോദിക്കുകയാണ്, KV തോമസ് അങ്ങനെ പറഞ്ഞല്ലോ, എങ്ങനെ അതിൻ്റെ അകത്ത് എനിക്ക് വൈകാരികമല്ലാതെ പ്രതികരിക്കാൻ പറ്റും സ്മൃതി? അത് ശരിയായൊരു അഭിപ്രായം അദ്ദേഹത്തെ പോലൊരാൾ അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നതില്ല, ഈ തോമസ് മാഷെ പോലൊരാൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ആരും ആയിക്കോട്ടെ, അങ്ങനെ പറയാൻ പാടില്ല എന്ന് തന്നെ ആ നിലപാട് എനിക്ക്. ശരി ശ്രീജേന്ദ്രൻ, എന്തായാലും ആലപ്പുഴയിലെ വിഭാഗീയതയിൽ ഇപ്പോൾ സുധാകരന്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതും
താങ്കൾക്കും അറിയാവുന്നതാണ്. ഈ ചർച്ചകളിലേക്കൊക്കെ നയിച്ച കാര്യങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളൊക്കെ എന്തിന്റെ സൂചനയാണെന്നുള്ളതും താങ്കൾക്കറിയാവുന്നതാണ്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ടാണ് വളരെ നന്ദി ശ്രീ എൻ ശ്രീകുമാർ, എം ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ദാമോദർ പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.